പാട്ടും പാടി മുത്തശ്ശിയുടെ റൂമിലേക്ക് വരുന്ന സമയത്താണ് അലീന മനുവിനെ കാണുന്നത് കേട്ടോ. മനുവിനെ കണ്ട് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. മനു കളിയാക്കുന്നുണ്ട്, ആ പാട്ടൊക്കെ പാടുന്നുണ്ടല്ലോ, ഭയങ്കര ഹാപ്പിയാണല്ലോ, എന്താ ഇത്രയ്ക്ക് ഹാപ്പി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ പാട്ട് ഒന്നുകൂടെ പാടിക്കാൻ ഞങ്ങളൊന്ന് കേൾക്കട്ടെ എന്ന് പറയാട്ടോ മനു. അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നാണം വരിക കേട്ടോ അലീനയ്ക്ക്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മുത്തശ്ശി എന്നെ പറ്റിയാണല്ലോ പാട്ടൊക്കെ കേട്ടത്, മുത്തശ്ശി മുത്തശ്ശി എന്നൊക്കെ കേട്ടല്ലോ, ഒന്ന് പാടിക്കുകയെന്ന് പറയാട്ടോ മുത്തശ്ശി. ഒന്ന് പോ മുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലാട്ടോ അലീന. എന്താണെങ്കിലും ഭയങ്കര സന്തോഷമായി എനിക്ക്, അലീനയുടെ മുഖത്തൊരു ചിരി കണ്ടല്ലോ എന്ന് പറയണേ. കൊല്ലപ്പള്ളിയിലായിരുന്നപ്പോൾ അമ്മ ഒരുപാടിട്ട് ബുദ്ധിമുട്ടിക്കായിരുന്നല്ലോ, ഇപ്പോൾ അലീനയുടെ മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ് മനു. ചിരിയൊക്കെ കണക്കാൻ മോനെ, കൊല്ലപ്പള്ളിയിലുള്ളതിനേക്കാളും കഷ്ടമാണ് ഇവിടെ അവളുടെ അവസ്ഥ. പക്ഷെ അവൾ ഹാപ്പി ആയിട്ട് നടക്കുന്നത് നോക്കണ്ട എന്ന് പറയാണ് മുത്തശ്ശി. അവിടെ നിൻ്റെ അമ്മ കഴിക്കാനും കൊടുക്കില്ലായിരുന്നു, പക്ഷെ ഇവിടെ കഴിക്കാനൊന്നും കുഴപ്പമില്ല, എല്ലാ ജോലിയും അവൾ ചെയ്യണമെന്നേ ഉള്ളൂ എന്ന് പറയാട്ടോ. അതിന് ഇവിടെ കുഞ്ഞുമോളുണ്ടല്ലോ, കുഞ്ഞുമോൾ ചേച്ചി ഇല്ലേ, അവരല്ലേ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിക്കണം മനു. അവരെയൊക്കെ പറഞ്ഞു വിട്ടു, ഇപ്പം അലീനയാണ് എല്ലാ ജോലികളും ചെയ്യുന്നത്, നിൻ്റെ അപ്പച്ചിയുടെ ഓരോരോ കാര്യങ്ങളെന്ന് പറയാട്ടോ. എന്തായാലും ഞാൻ അപ്പച്ചി ഒന്ന് കാണട്ടെ എന്ന് മനു പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് വൈജയന്തി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. സംസാരം കേട്ടിട്ട്, ആ മനു നീ എപ്പോൾ വന്നു ചോദിക്കണേ, ഞാൻ അതേ കുറച്ച് നേരമായി ആൻറ്റി വന്നിട്ട് എന്ന് പറയാണ്. എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഇവിടെയല്ലേ വിശേഷം എന്ന് പറയട്ടോ. ഇവിടെ എന്ത് വിശേഷം, ആൻറ്റി എന്താ കുഞ്ഞുമോളെ പറഞ്ഞു വിട്ടെ, കുഞ്ഞുമോൾ ചേച്ചീനെ പറഞ്ഞു വിട്ടെ, അലീനയെ ഞാൻ കൊണ്ടുവന്നത് മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കാനല്ലേ, ഹോം നേഴ്സായിട്ടല്ലേ എന്ന് ചോദിക്കട്ടോ മനു. അതിനെന്താ, ഹോം നേഴ്സിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ ആകെ കുറച്ച് നേരമല്ലേ അമ്മയെ നോക്കേണ്ടതുള്ളൂ, അമ്മയെ ഒന്ന് ഡ്രസ്സ് ചെയ്യിക്കണം, കുളിപ്പിക്കണം, മറ്റു കാര്യങ്ങളൊക്കെ നോക്കണം, ഭക്ഷണം കൊടുക്കണം, അത്രയല്ലേ ഉള്ളൂ. ബാക്കി സമയത്ത് ഇവർക്ക് ഇവിടെ എന്താ ജോലി, ഒന്നുമില്ല. അപ്പം അന്നേരം കൊണ്ട് എന്തിനാ വീട്ടിൽ 2 സെർവൻ്റ് എന്ന് പറഞ്ഞ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വിട്ടത്, എനിക്ക് അങ്ങനെ 2 പേർക്ക് ശമ്പളം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ഇവളിവിടെ ചുമ്മാ ഇരിക്കില്ലേ, ചുമ്മാതിരുന്ന് ശമ്പളം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയട്ടോ വൈജയന്തി. എന്നാലും അത് വളരെ മോശമായിപ്പോയി ആൻറ്റി, ഞാൻ ഇവളെ മുത്തശ്ശിയെ മാത്രം നോക്കാനായിട്ടാണ് കൊണ്ടുവന്നതെന്ന് പറയണത്. നീയും നിൻ്റെ മുത്തശ്ശനും കൂടെ പോയി സെലക്ട് ചെയ്തതല്ലേ, അപ്പം അങ്ങനെയൊക്കെ ഇരിക്കും, പിന്നെ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീ കൂട്ടിക്കൊണ്ട് പോക്കോ എന്നൊക്കെ പറയണം. എനിക്ക് കൂട്ടിക്കൊണ്ട് പോകാനൊക്കെ പറ്റും, ആൻറ്റി വല്ലാതെ വെല്ലുവിളിക്കൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അതൊക്കെ പോട്ടെ, നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എന്നാൽ വാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, ബ്രേക്ക്ഫാസ്റ്റ് റെഡി അല്ലേടി എന്ന് ചോദിക്കുകയാണ് അലീന അടുത്ത്. അത് റെഡിയാണ്, എന്നാൽ പോയി വിളമ്പി വെക്കും, ഇവിടെ ഇങ്ങനെ കുന്തം പോലെ നിൽക്കാതെ എന്ന് പറഞ്ഞിട്ട് അലീനെ അവിടെ നിന്ന് പറഞ്ഞു വയ്ക്കുക കേട്ടോ. അങ്ങനെ അലീന ഒന്ന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. ഞങ്ങൾ കഴിച്ചതിന് ശേഷം പെട്ടെന്ന് അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തോളൂ എന്ന് പറയണം വൈജയന്തി. ശരിയെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി വെച്ച് അങ്ങനെ വൈജയന്തിയും മനുവും കൂടിയാണ് ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് കേട്ടോ. ബാലചന്ദ്രൻ നേരത്തെ പോയിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി ഇങ്ങനെ ജോലി സ്ഥലത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ വിളിച്ചായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശിവേട്ടനെ കുറിച്ച്. ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട്, ഹരി വന്നിട്ടുണ്ടായിരുന്നു എന്ന് അമ്മ പറയുന്നത് കേട്ടു, പക്ഷെ അവന് പിന്നെ കണ്ടില്ല, അവൻ എന്തിനു വന്നാന്നൊന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് പറയട്ടോ. അവൻ എന്തിനാ ആരില്ലാത്ത സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കേണ്ട മോനു. അറിയില്ല, എന്താണെങ്കിലും വന്ന പാടെ അവൻ ഇവിടുന്ന് പോയിട്ടുണ്ട്, എന്തോ ഒരു കുഴപ്പം അവനെ അവിടെ ഒപ്പിച്ചിട്ടുണ്ട് എന്ന് പറയണേ. പിന്നീട് മനു ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ട് പുതിയ സർവൻ്റ് അലീന, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക കേട്ടോ. വലിയ കുഴപ്പമില്ല, പ്രശ്നക്കാരിയാണെന്ന് തോന്നുന്നല്ലോ എന്ന് ചോദിക്കുക. അങ്ങനെ ആര് പറഞ്ഞു എന്ന് ചോദിക്കണേ. മുത്തശ്ശി പറഞ്ഞു പ്രശ്നക്കാരിയാണെന്ന്. അങ്ങനെയൊന്നുമില്ല, വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ കാണാൻ ഇച്ചിരി തൊലി നിറമുണ്ടെന്നുള്ളൂ, ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നീയും മുത്തശ്ശനും കൂടി പോയി കൂട്ടിക്കൊണ്ടുവന്നതല്ലേ, കൂടെ സപ്പോർട്ടായിട്ട് ബാലചന്ദ്രനും. എന്താണെങ്കിലും എനിക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിട്ട് ഞാൻ നിർത്തുന്നതല്ല, പിന്നെ ജോലിയൊക്കെ അറിയാം, ഭക്ഷണമൊക്കെ പാകം ചെയ്യുന്നത് വലിയ കുഴപ്പമൊന്നുമില്ല, അമ്മയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനിവിടെ നിർത്തി പോവാണ്. പ്രശ്നക്കാരിയാണോ അല്ലേന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ, അനാഥയായിട്ട് ജനിച്ചതല്ലേ, ആരുടെയാണ് എങ്ങനെയാണെന്നൊന്നും നമുക്കറിയത്തില്ല, അതുകൊണ്ട് എന്താണ് സ്വഭാവം എന്നൊന്നും അറിയാൻ പറ്റത്തില്ല. ഇപ്പം ഈ പൂച്ചയെ പോലെ പാവമായിട്ട് നിൽക്കുന്നതൊന്നും നോക്കണ്ട, എന്തൊക്കെയാണ് ഇനി ഇവിടെ കാണിച്ചു കൂട്ടാൻ പോകണമെന്ന് ഒന്നും അറിയത്തില്ല. എന്താണെങ്കിലും നെഞ്ചിലൊരു തീ തന്നെയാണ്, ഇത്രയും കാണാൻ കൊള്ളാവുന്ന കുറച്ച് തൊലി നിറമൊക്കെ ഉള്ളൊരു പെണ്ണിനെ വീട്ടിൽ ജോലിക്ക് നിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതും ചെറിയ പ്രായം, അതൊക്കെ വലിയൊരു തലവേദന തന്നെയാണ്. നിൻ്റെ പണിയല്ലേ ഇതൊക്കെ എന്ന് പറയാട്ടോ. അല്ല, വലിയ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പറഞ്ഞയക്കാം എന്നൊക്കെ പറയണം. നോക്കട്ടെ എന്ന് പറയണം. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ ചെറിയ പെണ്ണായതുകൊണ്ട് ഇന്നാളൊരു ദിവസം ഒരു ആൾ വന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് അലീനയെ കണ്ടിട്ട്, ഇത് നിൻ്റെ മോളാണോ എന്ന്, വൈജയന്തിയുടെ മോളാണോ ഇതെന്ന്, കാണാൻ ഒരുപോലെ ഉണ്ടെന്ന്, എങ്ങനെയുണ്ട്, അവരോടൊക്കെ ഞാൻ എന്താ പറയുക,
എന്ന് പറയാട്ടോ. ഇത് കേട്ടോണ്ടാണ് അലീന കിച്ചണിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ. അത് കേട്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര സന്തോഷമാവാം കേട്ടോ. അമ്മയുടെ മോള് തന്നെയാണ് അമ്മേ, ഞാൻ അമ്മയ്ക്ക് അറിയില്ല എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയാട്ടോ. ശരിയാണ് എന്നെ അപ്പം മനു പറയുന്നുണ്ട്, ശരിയാണ് അലീനയെ കാണുമ്പോൾ ആൻറ്റിയുടെ അതേ ഒരു ചായയൊക്കെ ഉണ്ട്, ആൻറ്റിയുടെ ഏതൊക്കെയോ ഒരു ചായ അലീനയ്ക്ക് ഉണ്ട്. അപ്പോൾ ഒരു ഫേസ് കട്ട് ഉണ്ടെന്ന് പറയട്ടെ. നീ പോട്ടെ ചെറുക്ക അവിടെ നിന്ന്, എൻ്റെ ഫേസ് കട്ടോ, അവളെ എന്നോട് താരതമ്യം ചെയ്യണോ നീ, വെറുതെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കല്ലേ എന്നൊക്കെ പറയാട്ടോ. പക്ഷെ വൈജന്തിയുടെ മനസ്സിൽ എന്തോ ഒരു കൊളുത്തിവലി ഉണ്ട് കേട്ടോ. എന്താണെങ്കിലും പാസ്റ്റിലൊരു ഡെലിവറി കഴിഞ്ഞതാണല്ലോ വൈജയന്തിക്ക്, അതൊന്നും ഇപ്പോൾ ഓർക്കാതെയാണ് ഈ സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുറ്റത്തോട്ട് ഇറങ്ങി നിൽക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല. നമ്മളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് വരുന്നത് എനിക്കിഷ്ടമല്ല. ആരെങ്കിലുമൊക്കെ വന്നാൽ അവൾ വേഗം ഇങ്ങോട്ടേക്ക് വരും. അപ്പോൾ ആരാണെങ്കിലും ചോദിച്ചു പോകുന്നത് വൈജയന്തിയുടെ മോളാണോ എന്ന്, ആ പ്രായമല്ലേ ഉള്ളൂ എന്നൊക്കെ പറയണം. എന്താണെങ്കിലും എന്തോ ഒരു ചായയൊക്കെ ആൻറ്റിയുടേത് അലീനയ്ക്ക് ഉണ്ട് എന്ന് പറയാം കേട്ടോ മനു. അങ്ങനെ അത് വൈജയന്തിയുടെ മനസ്സിൽ കൊള്ളുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്താണെങ്കിലും അപ്പോൾ അലീന അവിടെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കട്ടെ ഇതൊക്കെ കേട്ടിട്ട്. പെട്ടെന്നാണ് മനു അങ്ങോട്ടേക്ക് നോക്കുന്നത്. അപ്പം അലീനയെ കണ്ടിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോൾ വൈജയന്തിയും അങ്ങോട്ടേക്ക് നോക്കുക. നീ എന്താടി അവിടെ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്, ആ ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ആരെങ്കിലും വന്നാൽ വായ നോക്കി നിന്നോളും, എന്നിട്ട് അവനവൻ്റെ ജോലി ചെയ്യാൻ വയ്യ അവൾക്ക്, അവളിങ്ങനെ നോക്കി നിന്നോളും, അപ്പുറത്തെങ്ങാനും പൊടിയെന്ന് പറഞ്ഞിട്ട് അവളോട് വഴക്കിട്ടിട്ട് പറഞ്ഞേക്കേട്ടോ. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇങ്ങനെ ആണുങ്ങൾ വരുമ്പോൾ മുന്നിലോട്ട് വന്ന് നിൽക്കരുത്, അതുപോലെ കൊഞ്ചാനും കൊഴയാനും സംസാരിക്കാനും നിൽക്കരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അലീനയെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് ആൻറ്റി എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, അവൾ അവിടെ നിന്ന് ചായ എടുത്തുകൊണ്ട് വരികയായിരുന്നില്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വഴക്ക് പറയണതെന്ന് ചോദിക്കുകയാണ്. പിന്നെ ഇവരെയൊക്കെ നിലക്ക് നിർത്തേണ്ട രീതിയിൽ നിർത്തേണ്ട വേണം, ഏത് തരത്തിലുള്ളതെന്നൊന്നും അറിയാൻ പറ്റത്തില്ല, ഇപ്പം ഇങ്ങനെ പാവം പോലെ നിൽക്കുന്നത് നോക്കണ്ട എന്നൊക്കെ പറയാണ് വൈജയന്തി. അങ്ങനെ അമ്മയ്ക്ക് പെട്ടെന്ന് ഫുഡ് കൊടുത്തോളും, എന്നിട്ട് മനു പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് കതകും ഗേറ്റൊക്കെ അടച്ചിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് വൈജയന്തി പോവാട്ടോ. അമ്മയോട് യാത്ര പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വൈജയന്തി പോയതിന് ശേഷം അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവും കേട്ടോ. മനുവിൻ്റെ മുന്നിൽ വെച്ച് വീണ്ടും ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ അപ്പം മനു ആശ്വസിപ്പിക്കുന്നുണ്ട്, സാരല്ല, എല്ലാം പോട്ടെ, എല്ലാം ശരിയായിക്കോളും, ഇപ്പോഴത്തെ ഈ ചാട്ടം ഒന്നും നോക്കണ്ട, ആൻറ്റിക്ക് കുറച്ച് കഴിഞ്ഞാൽ നിന്നെ ഇഷ്ടപ്പെട്ടോളും എന്നൊക്കെ പറയണേ മനു. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഏത് സമയം എന്നോട് ഇങ്ങനെ വഴക്കാണ്, എന്ത് ചെയ്താലും കുറ്റമാണ്, പക്ഷെ ഭക്ഷണം ഉണ്ടാക്കുന്നതിനൊന്നും വലിയ കുറ്റം പറയാറില്ല, പക്ഷേ ഇങ്ങനെ ആരോടൊന്നും സംസാരിക്കാനൊന്നും പാടില്ല, നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയണം, അതൊക്കെ ശരിയായിക്കോളും, ആൻറ്റിക്ക് ഇച്ചിരി കുശുമ്പുണ്ട് അതുകൊണ്ടാണെന്ന് പറയട്ടോ, എന്താണെങ്കിലും എന്നെ അറിയിക്കണം, ഞാനുണ്ട് കൂടെ എന്ന് പറയട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമാവും കേട്ടോ അലീനയ്ക്ക്, എന്തോ മനസ്സിങ്ങനെ നിറഞ്ഞു പോവാണ്, ഭയങ്കര സന്തോഷമാണ്. അപ്പം അലീനയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞു വരുന്നുണ്ട്. അപ്പം മനു പറയുന്നുണ്ട്, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ അറിയിച്ചാൽ മതി, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയട്ടെ. മനു ശരിക്കും പറഞ്ഞത് ഉള്ളിലുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ അലീനയ്ക്കും തന്നെ ആ സമയത്ത് ഭയങ്കര സന്തോഷമാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മയുടെ സഹോദരൻ്റെ മകനാണ്. അപ്പോൾ തനിക്ക് എന്താ പറയുക, ജോഡിയായിട്ട്, അതായത് തനിക്ക് പ്രണയിക്കാനും ഇഷ്ടപ്പെടാനൊക്കെ ഉള്ളൊരു അവകാശമുണ്ട് എന്നുള്ളൊരു രീതിയിലാണ് അലീന നിൽക്കുന്നത്. അത്രയും സ്നേഹം തോന്നുകയാണ് അലീനയ്ക്ക് കേട്ടോ മനുവിനോട്. അപ്പോൾ ഇനി അങ്ങോട്ട് അലീന മനു പ്രണയം, അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതുള്ളൊരു പ്രണയമാണ് ഇനി ഓരോ എപ്പിസോഡിലും നമ്മൾ കാണാൻ പോകണം കേട്ടോ. മനുവിന് അലീനയോട് ഭയങ്കര മുടിഞ്ഞ പ്രണയമായിരിക്കും. അവളുടെ ഓരോ നോട്ടവും വാക്കുമൊക്കെ അവന് അത്രയും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ അലീനയാണെങ്കിലും മനുവിനെ കുറിച്ച് തന്നെയാണ് സ്വപ്നത്തിലൊക്കെ കാണും കേട്ടോ മനുവിന്. അങ്ങനെയുള്ള എപ്പിസോഡൊക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഓരോ ദിവസം എപ്പിസോഡായിട്ട് പറയുന്നതായിരിക്കും. അങ്ങനെ മനു അവിടെ നിന്ന് യാത്ര പറഞ്ഞു പോകട്ടോ. പിന്നീട് കാണിക്കുന്നത് രേവതിക്കുട്ടിയുടെ ഭാഗമാട്ടോ. രേവതിക്കുട്ടി മാമച്ചായൻ്റെ ഈ കള്ളുകൂടി എങ്ങനെയെങ്കിലും നിർത്തണം എന്നുള്ള രീതിയിലാണ് ഗ്രേസമ്മ. അങ്ങനെ ഗ്രേസമ്മ രേവതിക്കുട്ടീനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പാവയ്ക്ക ജ്യൂസ് കൊണ്ടുപോയി കൊടുക്കാൻ കേട്ടോ. അങ്ങനെ നിർബന്ധിച്ച്, മാമച്ചായനാണെങ്കിൽ കുടിക്കത്തില്ല, അപ്പോൾ ഗ്രേസമ്മയുടെ നിർബന്ധം കാരണം പാവയ്ക്ക ജ്യൂസ് അടിച്ച് കൊണ്ടുപോയി കൊടുക്കട്ടോ. അങ്ങനെ നിർബന്ധിച്ച് കുടിപ്പിക്കുകയാണ്. മാമച്ചായനാണെങ്കിൽ അയ്യേ ഇത് ആദ്യം നല്ല ജ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തത്, ഒറ്റ വലിക്ക് കുടിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ മാമച്ചായന് ഒരു വിധം ഇങ്ങനെയൊക്കെയോ അത് കുടിച്ചു കേട്ടോ. കുടിച്ചിട്ട് രേവതിക്കുട്ടി ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് പോകുമ്പോൾ രേവതിക്കുട്ടി ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് പാവയ്ക്ക ജ്യൂസ്, ഒരു ഗ്ലാസും കൂടി തരട്ടെ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ മാമച്ചായൻ പെട്ടെന്ന് അവളുടെ നേരേക്ക് അവൾ അടിക്കാനായിട്ട് ഓടി വരുന്ന സമയത്ത് പെട്ടെന്ന് അലമാരിയിൽ തട്ടി വീഴാൻ പോവാണ്. അപ്പോഴും രേവതിക്കുട്ടി തന്നെയാണ് വന്ന് പിടിക്കുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഭയങ്കര ഒരു ഇമോഷണലി, അതായത് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് രേവതിക്കുട്ടിയും ഗ്രേസമ്മയും മാമച്ചായനും തമ്മിൽ കേട്ടോ. അങ്ങനെ നല്ലൊരു സ്നേഹബന്ധത്തിലാണ് അവരവിടെ
പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് രോഹിത് അലീനെ ഇങ്ങനെ ഒരു ഒളിഞ്ഞു നോട്ടം നോക്കുന്നുണ്ട് കേട്ടോ. കാരണം അലീന ഇങ്ങനെ റൂമിൽ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ മുത്തശ്ശിയുടെ ഡോറിൻ്റെ അവിടെ വന്നിട്ട് രോഹിത് ഒളിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ അത് അലീന കാണുകയാണ്. അലീന എന്നിട്ട് കണ്ടിട്ട് എന്താന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, എന്തോ ഒരു കള്ളത്തരമുണ്ടല്ലോ, എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കണേ. ഒന്നുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ രോഹിത്തിൻ്റെ കയ്യിലൊരു ബാഗ് കാണട്ടോ, ഒരു പൊതി കാണണം. അപ്പം അലീന ചോദിക്കുന്നുണ്ട് അത് എന്താണെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല, ആ കാണിച്ചെന്ന് പറയുമ്പോൾ നീ ആരാ ഇതൊക്കെ നോക്കാൻ, നീ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കേണ്ട കാര്യം, നിനക്കെന്താ, നീ ഇവിടെ ഹോം നേഴ്സായിട്ട് വന്നല്ലേ, ഇവിടുത്തെ മുത്തശ്ശിയുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും നോക്കിയാൽ മതി, എൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ഇടപെടാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് രോഹിത് വഴക്ക് പറയാട്ടോ. അങ്ങനെ നിന്നെ വെറുതെ വിടാൻ പറ്റത്തില്ല, എന്താണ് അതിലെന്ന് എനിക്ക് അറിയണം. അവനിങ്ങനെ ഒളിച്ചും പാത്തും കൊണ്ടുപോകും കേട്ടോ. അത് കണ്ടിട്ടാണ് അലീനയ്ക്ക് സംശയം തോന്നിയത്. അപ്പോൾ നീ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കാൻ വരണ്ടെന്നും പറഞ്ഞുകൊണ്ട് രോഹിത് മുകളിലേക്ക് കയറി പോവാണ്. അലീന ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ അങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് വൈജയന്തി ഓഫീസിൽ നിന്ന് കയറി വരിക കേട്ടോ. അതായത് ജോലി സ്ഥലത്തു നിന്ന് ജോലി കഴിഞ്ഞിട്ട് കയറി വരുന്നൊരു സീനാണ്. അപ്പം അലീന അമ്മ വരുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ടാണ്, എന്തൊക്കെ പറഞ്ഞാലും അമ്മയല്ല, അപ്പം അമ്മ ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ സന്തോഷത്തോട് കൂടിയിട്ട് ഡോറ് തുറന്നു കൊടുക്കുകയാണ്. പക്ഷേ എന്നിട്ട് ചിരിച്ചോണ്ടാണ് നിൽക്കുന്നത്. അത് കണ്ടപ്പോൾ വൈജയന്തി കണ്ട് കലി എന്താ പറയുക, പെരുവിരൽ മുതൽ കയറുകയെന്നറിയില്ലേ, അവളുടെ മുന്നിൽ ഇങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര ദേഷ്യം തോന്നുകയാണ്. അലീനയെ നോക്കാതെ മൈൻഡ് പോലും ചെയ്യാതെ പെട്ടെന്ന് അകത്തേക്ക് കയറി പോവുകയാണ് വൈജയന്തി കേട്ടോ. ഇത് കണ്ടിട്ട് അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവുകയാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത്. ഇതൊരു പ്രൊമോ സ്റ്റോറിയാണ്. എപ്പിസോഡ് വന്നാലും തന്നെ അപ്ലോഡ് ചെയ്യാം കേട്ടോ.